14 ഫെബ്രുവരി 1, 689 ബന്ധനങ്ങളിൽ കുടുങ്ങിയ ഒരു രാജാവ്. ആയിരക്കണക്കിന് ശത്രുസൈനികർ ചുറ്റും നിൽക്കുന്നു. പീഡിപ്പിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, ജീവിക്കാൻ അവസരം നൽകി കീഴടങ്ങുന്നതിനു പകരമായി. പക്ഷേ അദ്ദേഹം നിരസിച്ചു. മതപരിവർത്തനത്തിനു പകരം മരണം തെരഞ്ഞെടുത്തു. ഭയത്തിനു പകരം മാനവും അഭിമാനവും തെരഞ്ഞെടുത്തു. ഇത് ഒരു രാജാവിന്റെ കഥ മാത്രമല്ല, ഇത് ഛത്രപതി സംഭാജി മഹാരാജ് എന്ന മഹാവീരന്റെ കഥയാണ്. ചരിത്രം തെറ്റിദ്ധരിച്ച യോദ്ധാവ്. സംഭാജി മഹാരാജാവ് ആരായിരുന്നു? സംഭാജി മഹാരാജാവ് ഛത്രപതി ശിവാജി മഹാരാജ്, മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ, അവരുടെ മൂത്ത മകനായിരുന്നു. 1657 പുരന്ദർ കോട്ടയിൽ ജനിച്ച അദ്ദേഹം യുദ്ധത്തിനിടയിലാണ് വളർന്നത്. മാത്രം 9-ആം വയസ്സിൽ തന്നെ ഔറംഗസേബയുടെ മുഗൾ കോടതിയിൽ രാഷ്ട്രീയ തടവുകാരനായി അയക്കപ്പെട്ടു. കുഞ്ഞായിരിക്കുമ്പോഴേ അദ്ദേഹം രാഷ്ട്രീയവും വഞ്ചനയും അധികാരവും മനസ്സിലാക്കി. അദ്ദേഹം ഒരു യോദ്ധാവായിരുന്നു മാത്രമല്ല, അദ്ദേഹം വളരെ വിദ്യാഭ്യാസമുള്ളവനായിരുന്നു. സംസ്കൃതം, ഫാർസി, മറ്റ് പ്രാദേശിക ഭാഷകൾ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ബുദ്ധഭൂഷണം എന്ന സംസ്കൃത ഗ്രന്ഥവും രചിച്ചു. ശിവജി മഹാരാജാവിന്റെ മരണത്തിനു ശേഷം 1680 ഛത്രപതി ശിവാജി മഹാരാജ് അന്തരിച്ചപ്പോൾ മറാത്ത സാമ്രാജ്യം ആഭ്യന്തര കലഹങ്ങളിൽ അകപ്പെട്ടു. ചില മന്ത്രിമാർ ഇളയ പുത്രനായ രാജാറാമിനെ രാജാസനത്തിലിരുത്താൻ ശ്രമിച്ചു. പക്ഷേ സംഭാജി മഹാരാജാവ് തന്റെ കഴിവ് തെളിയിച്ചു. അദ്ദേഹം അധികാരം ഏറ്റെടുത്തു. മറാത്ത സാമ്രാജ്യത്തിന്റെ 2ാം ഛത്രപതിയായി. അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ കാലഘട്ടങ്ങളിൽ ഒന്ന് ആരംഭിച്ചു. ഔറംഗസേബിനെതിരായ യുദ്ധം. ഔറംഗസേബ് സ്വയം വൻ മുഗൾ സൈന്യവുമായി ഡക്കാനിലേക്കെത്തി. അവന്റെ ലക്ഷ്യം മറാത്ത സാമ്രാജ്യം പൂർണ്ണമായി നശിപ്പിക്കുക. 1680 മുതൽ 1689 വരെ തുടർച്ചയായി 9 വർഷം സംഭാജി മഹാരാജാവ് പോരാടി. മുഗൾ സാമ്രാജ്യത്തിനെതിരെ, ജഞ്ചിറയിലെ സിദ്ദിമാർക്കെതിരെ, പോർച്ചുഗീസുകാർക്കെതിരെ, ആഭ്യന്തര കലാപകാരികൾക്കെതിരെ പരിമിതമായ വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒരിക്കലും കീഴടങ്ങിയില്ല. അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്തി. ഗറില്ല യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ചു. കോട്ടകൾ ധൈര്യത്തോടെ സംരക്ഷിച്ചു. ഔറംഗസേബ് എളുപ്പത്തിൽ ജയിക്കുമെന്ന് കരുതി. പക്ഷേ അവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ യുദ്ധം നേരിടേണ്ടി വന്നു. പിടിക്കപ്പെടലും വീരമരണവും. 1689 സംഭാജി മഹാരാജാവ് വഞ്ചനയിലൂടെ സംഗമേശ്വരത്തിന് സമീപം പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ ഔറംഗസേബിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മുഗൾ ചക്രവർത്തി ഒരു തിരഞ്ഞെടുപ്പ് നൽകി: ഇസ്ലാം മതത്തിലേക്ക് മാറി ജീവിക്കുക, അല്ലെങ്കിൽ നിരസിച്ചു മരിക്കുക. സംഭാജി മഹാരാജാവ് നിരസിച്ചു. 40 ദിവസം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. എങ്കിലും അദ്ദേഹം തലകുനിച്ചില്ല. അദ്ദേഹം അപേക്ഷിച്ചില്ല. മതം മാറിയില്ല. 1689 മാർച്ച് 11 അദ്ദേഹത്തെ വധിച്ചു. ശരീരം കഷണങ്ങളാക്കി നദിയിലേക്ക് എറിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവ് അജയ്യമായി തുടർന്നു. എന്തുകൊണ്ട്? അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു. വർഷങ്ങളോളം മുഗൾ രേഖകളും ചില പക്ഷപാതപരമായ ചരിത്രകാരന്മാരും അദ്ദേഹത്തെ ഇങ്ങനെ ചിത്രീകരിച്ചു: അവിവേകി, അശ്രദ്ധനായ, ഉത്തരവാദിത്വമില്ലാത്തവൻ. പക്ഷേ ആധുനിക ഗവേഷണം വേറൊരു സത്യം പറയുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിനെതിരെ അദ്ദേഹം ഏകദേശം ഒരു ദശാബ്ദം പോരാടി, സ്വരാജ്യം സംരക്ഷിച്ചു. ഭാവിയിലെ മറാത്ത പ്രതിരോധത്തിന് പ്രചോദനമായി. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം മറാത്തർ തകർന്നില്ല, മറിച്ച് അവർ കൂടുതൽ ശക്തരായി ഉയർന്നു. പിന്നീട് മുഗൾ സാമ്രാജ്യം ക്ഷയിച്ചു. സംഭാജിയുടെ കാലത്ത് ആരംഭിച്ച ദീർഘമായ ഡക്കാൻ യുദ്ധം അതിൽ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ പാരമ്പര്യം. സംഭാജി മഹാരാജാവിന്റെ പ്രതിരോധം ഇല്ലായിരുന്നുവെങ്കിൽ മറാത്ത സാമ്രാജ്യം നിലനിന്നിരിക്കില്ലായിരുന്നു. പിന്നീട് രാജാറാം അയ്യും ഷാഹു അയ്യും പോരാട്ടം തുടർന്നു. 18-ാം നൂറ്റാണ്ടിൽ മറാത്തർ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ശക്തികളിൽ ഒന്നായി. സംഭാജി മഹാരാജാവ് ദുർബലനായിരുന്നില്ല.